Today, our topic is about penetrants used in liquid penetrant inspection purpose. Here we discuss different types of penetrants and different types of penetrant removal techniques and the properties of penetrants used for liquid penetrant inspection purpose. First part, what are penetrants? You know what is a penetrant? Penetrant is a liquid capable of wetting the entire surface and being drawn into fine openings. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞതാണ് പെനട്രൻ്റ് എന്ന് പറയുമ്പോൾ അത് ക്രാക്കിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ക്രാക്കിനകത്ത് ഇരുന്ന് അതിനുശേഷം ഡെവലപ്പർ ആ പെനട്രൻറ്റിനെ അബ്സോർബ് ചെയ്ത് നമുക്കൊരു ഇൻഡിക്കേഷൻ വരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് പെനട്രൻറ്റ്. ആ പെനട്രൻറ്റ് കളേർഡ് ആയിരിക്കണം, ഒരു പർട്ടിക്കുലർ കളറിലുള്ളതാണ്. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈ പെനട്രൻ്റ് എന്ന് പറയുമ്പം റെഡ് കളർ ആയിരിക്കും. അപ്പോൾ അത് കളേർഡ് ആയതുകൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഒരു പെനട്രൻറ്റിനകത്ത് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ഒരു ഡൈ, ദെൻ ഒരു കാരിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ടാകും. സോ ഈ ഡൈ ആണ്, ഈ ഡൈയുടെ കളർ മൂലമാണ് നമുക്ക് ആ പെനട്രൻറ്റ് ട്രേസ് ചെയ്യാൻ സാധിക്കുക. ഇനി അതോടൊപ്പം തന്നെ ആ പെനട്രൻറ്റിന് ഒരു കാരിയർ ഫ്ലൂയിഡും ഉണ്ടാകും. The indicating dye is used to provide a color contrast with respect to the surroundings, as in the case for visible dye penetrant. അപ്പോൾ ഒരു വിസിബിൾ ഡൈ പെനട്രൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് വൈറ്റ് കളറിൽ യൂസ് ചെയ്താൽ നമുക്കെന്ത് പറ്റും, കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ റെഡ് കളർ ആകുമ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് എവിടെയാണ് റെഡിഷ് ആയിട്ടുള്ള സ്പോട്ടുകളുണ്ട് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ഫോർ വിസിബിൾ പെനട്രൻ്റ്, അതായത് വിസിബിൾ എന്ന് പറയുമ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡൈ പെനട്രൻ്റ്, അപ്പോൾ അതിൻ്റെ കളർ യൂഷ്വലി റെഡ് കളറായിരിക്കും. ഇനി ഫ്ലൂറസൻ പെനട്രൻ്റ്, ആ പെനട്രൻ്റ് ബ്രൈറ്റ് യെല്ലോ ഗ്രീൻ കളറിലായിരിക്കും അണ്ടർ യു വി ലൈറ്റ്. യു വി ലൈറ്റിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ ബ്രൈറ്റായിട്ട് ഒരു യെല്ലോ ഗ്രീനിഷ് കളറായിരിക്കും ആ പെനട്രൻ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സറൗണ്ടിങ്സായിട്ട് നോക്കുന്നതുകൊണ്ട് ബ്രൈറ്റ് കളർ ഉള്ളത് കൊണ്ട് അവിടെയാണ് പെനട്രൻ്റ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ടൈപ്സ് ഓഫ് പെനട്രൻസ്. ഫോർ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, ഇൻസ്പെക്ഷൻ പെനട്രൻറ്റ് മാനുഫാക്ചേഴ്സ് ഹാവ് ഡെവലപ്ഡ് ഡിഫറെൻറ്റ് പെനട്രൻറ്റ് ഫോർ പ്രോപ്പർ ഇൻസ്പെക്ഷൻ. അപ്പം നമുക്ക് ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെനട്രൻറ്റ് ഏതാണ് എന്നുള്ളത് നോക്കാം. പെനട്രൻറ്റ്സ് ആർ ബേസിക്കലി ക്ലാസിഫൈഡ് ആസ് based on their physical properties, based on removal techniques, based on strength of indication. പെനട്രൻറ്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്ന് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തുകൊണ്ട്, സെക്കൻഡ് റിമൂവൽ ടെക്നിക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, ആൻഡ് തേർഡ് വൺ ഈസ് ബേസ്ഡ് ഓൺ ദെയർ സ്ട്രെങ്ത് ഓഫ് ഇൻഡിക്കേഷൻ. ഫസ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി, ഒന്ന് ഫ്ലൂറസെൻറ്റും വിസിബിളും. അത് നമുക്ക് ഓൾറെഡി അറിയാം. ഫ്ലൂറസൻ പെനട്രൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ യു വി ലൈറ്റ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ആ പെനട്രൻറ്റിനെ കാണാൻ സാധിക്കൂ. യു വി ലൈറ്റ് വരുമ്പോൾ ആ പെനട്രൻറ്റ് ബ്രൈറ്റ് കളറിലേക്ക് മാറും, അപ്പോൾ നമുക്കത് വിസിബിൾ ആകും. ഇനി വിസിബിൾ പെനട്രൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈ പെനട്രൻറ്റുകളാണ്, അതായത് റെഡ് കളറിലുള്ള ഡൈ പെനട്രൻ്റാണ്. അത് നമുക്ക് നാച്ചുറലായിട്ടുള്ള ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് കാണാൻ സാധിക്കും. ഇനി റിമൂവൽ ടെക്നിക്സ്. നമുക്കറിയാം എക്സസ് പെനട്രൻറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ ഏതൊക്കെയാണ്? സോൾവെൻറ്റ് റിമൂവലുണ്ട്, വാട്ടർ വാഷബിളുണ്ട്, പോസ്റ്റ് എമൽസിഫയബിളുണ്ട്. ഈ മൂന്ന് മെത്തേഡിലൂടെയാണ് നമ്മൾ എക്സസ് ആയിട്ടുള്ള പെനട്രൻറ്റിനെ റിമൂവ് ചെയ്യുക. ഇനി സ്ട്രെങ്ത് ഓഫ് ഇൻഡിക്കേഷൻ, അതായത് പെനട്രൻറ്റിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് എത്രത്തോളം വിസിബിളാണ്, അതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയുണ്ട്, ആ ഇൻഡിക്കേഷൻ്റെ സ്ട്രെങ്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പല ടൈപ്പുണ്ട്. ലെവൽ, ഹാഫ്, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ആൻഡ് ലെവൽ 4. ഈ ഒരു ലെവലിലായിട്ട് നമ്മൾ പെനട്രൻറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമുക്ക് നോക്കാം ബേസ്ഡ് ഓൺ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അത് ഫസ്റ്റ് ഫ്ലൂറസൻ പെനട്രൻ്റാണ്. നമുക്കറിയാം ഫ്ലൂറസൻ പെനട്രൻറ്റ് ഗ്ലോ ബ്രൈറ്റ്ലി വെൻ എക്സ്പോസ്ഡ് ടു യു വി ലൈറ്റ്. അപ്പോൾ യു വി ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഫ്ലൂറസൻ പെനട്രൻറ്റ് വിസിബിളായി കാണാൻ സാധിക്കൂ.
ഇറ്റ് ഈസ് ഹൈലി സെൻസിറ്റീവ് ദാൻ വിസിബിൾ പെനട്രൻറ്റ് ആൻഡ് ഇറ്റ് റിക്വയർസ് എ ഡാർക്കൺഡ് ഏരിയ ഫോർ ഇൻസ്പെക്ഷൻ. അപ്പം നമ്മൾ ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള പെനട്രൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഏരിയയിൽ വെച്ചായിരിക്കും നമ്മൾ പെനട്രൻ്റ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള പെനട്രൻ്റ് റിമൂവ് ചെയ്തു, ഡെവലപ്പർ അപ്ലൈ ചെയ്തു, ദെൻ യു വി ലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ നോക്കുന്നൊരു ഡാർക്ക് ഏരിയയിലായിരിക്കും. അപ്പം നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള പോർഷൻ കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി വിസിബിൾ പെനട്രൻ്റ് ആണ് എങ്കിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് റെഡ് കളറിലുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റെഡ് കളർ ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്കത് അതിന് യു വി ലൈറ്റ് ഒന്നും ആവശ്യമില്ല, നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ് വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇറ്റ് ഈസ് ലെസ് സെൻസിറ്റീവ് ദാൻ ഫ്ലൂറസെൻറ്റ് പെനട്രൻറ്റ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ ഡാർക്കൻഡ് ഏരിയ ആൻഡ് യു വി ലൈറ്റ്. അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു വെട്ടം വേണം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ലൈറ്റിംഗ് വേണം ആ റെഡിഷ് സ്പോട്ടുകളെ കാണാൻ. യു വി അറേഞ്ച്മെൻറ്റിൽ പോലെ നമുക്കൊരു ഡാർക്ക് റൂമോ യു വി ലൈറ്റോ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഇനി ഫ്ലൂറസെൻറ്റ് പെനട്രൻറ്റും വിസിബിൾ പെനട്രൻറ്റും തമ്മിലൊരു ഒരു കമ്പാരിസണാണ്. ഫ്ലൂറസെൻറ്റ് പെനട്രൻറ്റ് പറയുകയാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡൈസ് ദാറ്റ് ഫ്ലൂറസെൻസ് വെൻ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ആർ എക്സ്പോസ്ഡ് ഓൺ ദം. ഇപ്പോൾ യു വി ലൈറ്റ് അടിക്കുമ്പോൾ അത് ബ്രൈറ്റ് കളറിലേക്ക് മാറുന്നു. വിസിബിൾ പെനട്രൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റെഡ് ഡൈ. നിങ്ങൾക്കറിയാം റെഡ് ആയിട്ടുള്ള ഡൈ ആണ് അതിൽ യൂസ് ചെയ്യുക, വിച്ച് പ്രൊഡ്യൂസസ് എ ഫൈൻ റേഞ്ച് ഓഫ് കോൺട്രാസ്റ്റ് എഗെയിൻസ്റ്റ് ദ വൈറ്റ് ഡെവലപ്പർ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ വൈറ്റ് ആയിട്ടുള്ളൊരു ഡെവലപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് സ്പോട്ട് എന്ന രീതിയിലായിരിക്കും നമുക്ക് വിസിബിൾ പെനട്രൻറ്റ് യൂസ് ചെയ്താൽ കാണാൻ സാധിക്കുക. ഇനി ഫ്ലൂറസെൻറ്റ് പെനട്രൻറ്റിനെ സംബന്ധിച്ച് ദേ ആർ മോർ സെൻസിറ്റീവ്, ഇവിടെ ദേ ആർ ലെസ് സെൻസിറ്റീവ്. ഇറ്റ് റിക്വയർസ് ഡാർക്കൻഡ് ഏരിയ ആൻഡ് യു വി ലൈറ്റ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി ഡാർക്കൻഡ് ഏരിയ ആൻഡ് യു വി ലൈറ്റ്. ദേ ആർ മോർ വൾണറബിൾ ടു കണ്ടാമിനേഷൻ, ദേ ആർ ലെസ് വൾണറബിൾ. ഇനി അതുപോലെ നേച്ചർ ഓഫ് ഡിഫക്റ്റും, അത് ആ ഡിഫക്റ്റ് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വിസിബിൾ പെനട്രൻറ്റ് ഓർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്ലൂറസെൻറ്റ് പെനട്രൻറ്റ്. അപ്പോൾ വിസിബിൾ പെനട്രൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പോറോസിറ്റി, ഒരു ടൈറ്റ് ആയിട്ടുള്ള ക്രായ്ക്കും ഒക്കെ നമുക്ക് എങ്ങനെ കാണാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫ്ലൂറസെൻറ്റ് യൂസ് ചെയ്താൽ എങ്ങനെ കാണാം എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് വൺ, ബേസ്ഡ് ഓൺ റിമൂവൽ ടെക്നിക്സ്. ഇനി എക്സസ് ആയിട്ടുള്ള പെനട്രൻറ്റിനെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിൻ്റെ ബേസിലും ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ ഫസ്റ്റാണ് സോൾവെൻറ്റ് റിമൂവബിൾ. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടാണ്. സോൾവെൻറ്റ് റിമൂവൽ പെനട്രൻസ് യൂസ് സോൾവെൻറ്റ്സ് ഫോർ പെനട്രൻറ്റ് റിമൂവൽ ഫ്രം സർഫസ്. അതായത് നമുക്ക് എക്സസ് ആയിട്ടുള്ള പെനട്രൻറ്റിനെ റിമൂവ് ചെയ്യാൻ ഇവിടെ സോൾവെൻറ്റ് യൂസ് ചെയ്യണം. ആ സോൾവെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പെനട്രൻറ്റിനെ റിമൂവ് ചെയ്യുക. പെനട്രൻസ് ആർ റിമൂവ്ഡ് ബൈ വൈപ്പിംഗ് വിത്ത് എ ക്ലോത്ത് ഡാംപ്ഡ് വിത്ത് സോൾവെൻറ്റ്. അപ്പോൾ ആദ്യം ക്ലോത്ത് ഉപയോഗിച്ച് റിമൂവ് ചെയ്യുന്നു എക്സസ് പെനട്രൻറ്റിനെ, ദെൻ സോൾവെൻറ്റിൽ മുക്കിയ ഒരു ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് വൈപ്പ് ചെയ്ത് റിമൈനിങ് ആയിട്ടുള്ള പെനട്രൻറ്റിനെ കളയുന്നു. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ സ്പെസിമെൻ ക്ലീൻ ചെയ്യുന്നു, അതിനുശേഷം ആ സ്പെസിമെൻ ഡ്രൈ ചെയ്യുന്നു, ദെൻ നമ്മൾ പെനട്രൻറ്റ് അപ്ലൈ ചെയ്യുന്നു, ദെൻ എക്സസ് ആയിട്ടുള്ള പെനട്രൻറ്റിനെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയുന്നു, ദെൻ അതിനുശേഷം സോൾവെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റിമൈനിങ് പെനട്രൻറ്റിനെ കളയുന്നു. അതിനുശേഷം ക്രാക്കിനകത്തുള്ള പെനട്രൻറ്റ് കാണും, ദെൻ നമ്മൾ ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഓർക്കേണ്ട കാര്യം, സോൾവെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള റിമൂവൽ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് സോൾവെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ഇവിടെ പെനട്രൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ നോൺ അക്വസ് ഡെവലപ്പറാണ്. നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെവലപ്പർ പഠിക്കും. അപ്പോൾ എനിവേ നോൺ അക്വസ് ഡെവലപ്പർ ആയിരിക്കണം സോൾവെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിമൂവൽ ടെക്നിക്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ നോൺ അക്വസ് ഡെവലപ്പർ യൂസ് ചെയ്യുന്നു, അതിനുശേഷം കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, നമുക്ക് ഏറ്റവും അവസാനം ഇൻസ്പെക്റ്റ് ചെയ്യുന്നു. ഇൻസ്പെക്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു, അതല്ല എങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു. ഇനി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ ക്ലെയിം ചെയ്യുന്നു, ഫർദർ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ദിസ് ടെക്നിക് യൂസസ് എ സോൾവെൻറ്റ് റിമൂവബിൾ പെനട്രൻറ്റ്. അപ്പോൾ അതായത് സോൾവെൻറ്റ് ഉപയോഗിച്ചാൽ റിമൂവ് ചെയ്യുന്ന പെനട്രൻ്റ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ വാട്ടർ ഉപയോഗിച്ചാൽ ആ പെനട്രൻറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മളെ സോൾവെൻറ്റ്, ക്ലീനർ ഓർ റിമൂവർ,
ആൻഡ് എ നോൺ അക്വസ് ഡെവലപ്പർ. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മളിവിടെ എക്സസ് പെനട്രൻറ്റിനെ റിമൂവ് ചെയ്യാൻ സോൾവെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിമൂവൽ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യേണ്ട ഡെവലപ്പർ എന്ന് പറയുന്നത് നോൺ അക്വസ് ഡെവലപ്പർ ആയിരിക്കണം. In the solvent removable method, the excess penetrant is removed by wiping with a clean lint-free material moistened with a solvent remover. Okay. ഇനി ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റിയാണ് വെൻ റിമൂവൽ വിത്ത് വാട്ടർ ഈസ് നോട്ട് ഡിസൈറബിൾ. അതായത് നമുക്കിപ്പോൾ സ്പെസിമെനെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു സ്പെസിമെനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഈ ടൈപ്പ് ഓഫ് പെനട്രൻറ്റ് യൂസ് ചെയ്യാം. അതായത് സോൾവെൻറ്റ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പെനട്രൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷൻസോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്ത കണ്ടീഷൻസോ അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ആപ്ലിക്കേഷൻ, അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അത്തരം ഒരു ആപ്ലിക്കേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, വാട്ടർ ഉപയോഗിക്കാൻ പറ്റാത്തൊരു ആപ്ലിക്കേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് ഈ സോൾവെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോൾവെൻറ്റ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന പെനട്രൻസ് യൂസ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് വാട്ടർ റിമൂവബിൾ. ആ പേര് തന്നെ ഉണ്ട്, ഇവിടെ നമുക്ക് വാട്ടർ ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ ആ പെനട്രൻറ്റ് റിമൂവ് ആവും. ദിസ് ടെക്നിക് യൂസസ് എ വാട്ടർ വാഷബിൾ പെനട്രൻറ്റ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് എയ്തർ ഡ്രൈ, അക്വസ് ഓർ നോൺ അക്വസ് ഡെവലപ്പർ. ഇവിടെ നമുക്ക് വെള്ളം ഉപയോഗിച്ച് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് വാഷ് ചെയ്താൽ പെനട്രൻറ്റ് ഒഴുകിപ്പോക്കോളും. നമുക്ക് അങ്ങനെ എക്സസ് പെനട്രൻറ്റിനെ റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വാട്ടർ വാഷബിൾ ആയിട്ടുള്ള പെനട്രൻ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ ഡ്രൈ ഡെവലപ്പർ യൂസ് ചെയ്യാം, അക്വസ് ഡെവലപ്പർ യൂസ് ചെയ്യാം, ഓർ നോൺ അക്വസ് ഡെവലപ്പറും യൂസ് ചെയ്യാം. നമുക്ക് ഡയഗ്രാം നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സ്പെസിമിനെ ക്ലീൻ ചെയ്യുന്നു, അതിനുശേഷം അതിനെ ഡ്രൈ ചെയ്യുന്നു, പെനട്രൻ്റ് അപ്ലൈ ചെയ്യുന്നു, എക്സസ് ആയിട്ടുള്ള പെനട്രൻ്റ് ഡ്രെയിൻ ചെയ്ത് കളയുന്നു. അതിനുശേഷം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ കഴുകുന്നു. അപ്പോൾ പെനട്രൻ്റ് എല്ലാം പോയി. അതിനുശേഷം എഗെയിൻ നമ്മൾ നമ്മുടെ സ്പെസിമിനെ ഡ്രൈ ചെയ്യുന്നു. അതിനുശേഷമാണ് ഡ്രൈ ഡെവലപ്പർ യൂസ് ചെയ്യുന്നത്. ഇനി നോൺ അക്വസ് ആയിട്ടുള്ള ഡെവലപ്പർ യൂസ് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ നമ്മുടെ സ്പെസിമിനെ ഡ്രൈ ചെയ്യണം. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് അക്വസ് ഡെവലപ്പർ ആണ് എങ്കിൽ വെള്ളം കുറച്ച് ഇരുന്നാലും പ്രശ്നമില്ല നമ്മുടെ സ്പെസിമിനെ. സോ നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഡയറക്റ്റായിട്ട് ഡ്രൈ ചെയ്യാതെ അക്വസ് ഡെവലപ്പർ അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ എനിവേ ഡ്രൈ ഡെവലപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം വെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം സ്പെസിമിനെ ഡ്രൈ ചെയ്യണം. നോൺ അക്വസ് ആണെങ്കിലും ഡ്രൈ ചെയ്യണം. ബട്ട് അക്വസ് ഡെവലപ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡ്രൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എനിവേ നമ്മൾ ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നു. ഇനി അക്വസ് ഡെവലപ്പർ ആണെങ്കിൽ അക്വസ് ഡെവലപ്പർ അപ്ലൈ ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്യുന്നു. അതിനുശേഷം ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യുന്നു വെദർ അവർ പ്രോഡക്റ്റ് ഈസ് ഓക്കെ ഓർ നോട്ട്. ഇവിടെ എക്സസ് പെനട്രൻറ്റ് ഈസ് റിമൂവ്ഡ് ബൈ സിംപ്ലി വാഷിംഗ് വിത്ത് വാട്ടർ. അപ്പോൾ ദിസ് മെത്തേഡ് ഓൾ ഓഫ് ദ മെറ്റീരിയൽസ് ആർ വാട്ടർ സോലുബിൾ. അപ്പോൾ പെനട്രൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്പർ എന്നൊക്കെ പറയുന്നത് വാട്ടർ സോലുബിൾ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്കിവിടെ സ്യൂട്ടബിൾ ആണ്. ഇവിടെ നമ്മൾ when aqueous developers are used, there is no need for drying a step prior to the application of developer. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. അക്വസ് ഡെവലപ്പർ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എക്സസ് പെനട്രൻറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി വെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം നമ്മൾ ഉണക്കുകയൊന്നും വേണ്ട, അല്ലെങ്കിൽ അതിനെ ഡ്രൈ ചെയ്യുകയൊന്നും വേണ്ട, ഡയറക്റ്റായിട്ട് നമുക്ക് ഡെവലപ്പർ അപ്ലൈ ചെയ്യാം. ഇനി മറ്റേതെങ്കിലും ഡെവലപ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം സ്പെസിമിനെ ഡ്രൈ ചെയ്യണം. ഓക്കെ, അതാണ് ഇതിൽ പറയുക. ഇനി ആപ്ലിക്കബിലിറ്റി. When large surface areas or a large number of test parts are to be inspected. ഇനി വാട്ടർ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനെ ഒരു കേസാണ് എങ്കിൽ ബൾക്കായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കേസൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. When test parts to be examined have intricate and complex configurations, when discontinuities that are not broad or shallow are anticipated. നെക്സ്റ്റ് ആണ് പോസ്റ്റ് എമൽസിഫയബിൾ പെനട്രൻറ്റ് റിമൂവൽ മെത്തേഡ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡയറക്റ്റ് വെള്ളം ഉപയോഗിച്ചാൽ ഈ പെനട്രൻറ്റ് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യം പെനട്രൻറ്റിനെ നമ്മൾ എമൽസിഫയറുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ദെൻ
നമ്മൾ ആ പെനട്രൻറ്റിനെ വെള്ളം ഉപയോഗിച്ചാൽ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് വെള്ളം ഒഴിച്ചാൽ പെനട്രൻറ്റ് പോവില്ല. അപ്പോൾ അതുകൊണ്ട് എമൽസിഫയർ ആഡ് ചെയ്യുന്നു. അതിനുശേഷമാണ് വെള്ളം ഉപയോഗിച്ച് കഴുകുന്നത്. അപ്പോൾ ദിസ് മെത്തേഡ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സോൾവെൻറ്റ് ആൻഡ് വാട്ടർ ബേസ്ഡ് ഇൻസ്പെക്ഷൻ. ഇവിടെ നമുക്ക് പെനട്രൻ്റെ കൂടെ ഒരു എമൽസിഫയർ ആവശ്യമുണ്ട്. അതിനുശേഷമാണ് നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്യുക. ഈ കാണുന്ന പോലെ ആദ്യം സ്പെസിമിനെ ക്ലീൻ ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു, പെനട്രൻ്റ് അപ്ലൈ ചെയ്യുന്നു, എക്സസ് ആയിട്ടുള്ള പെനട്രൻറ്റിനെ ഡ്രെയിൻ ചെയ്ത് കളയുന്നു. ദെൻ നമ്മൾ എമൽസിഫയർ ആഡ് ചെയ്യുന്നു. അതിനുശേഷം വെള്ളം ഉപയോഗിച്ച് കളയുന്നു. ഇനി വെള്ളം ഉപയോഗിച്ച് കഴിയുന്നതിന് ശേഷം അക്വസ് ഡെവലപ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇനി ഡ്രൈ ഡെവലപ്പർ ആണെങ്കിൽ നമ്മൾ സ്പെസിമിനെ ഡ്രൈ ചെയ്യണം. നോൺ അക്വസ് ഡെവലപ്പർ ആണെങ്കിലും സ്പെസിമിനെ ഡ്രൈ ചെയ്യണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് റിജക്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനം എടുക്കുന്നു. The post-emulsifier penetrants are not directly water washable and they require the use of an emulsifier, oil or water based. അപ്പോൾ ഇവിടെ ഒരു എമൽസിഫയർ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് വെള്ളം ഉപയോഗിച്ച് ഈ പെനട്രൻറ്റിനെ റിമൂവ് ചെയ്യാൻ സാധിക്കൂ. ഇനി ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് എമൽസിഫയർ എംപ്ലോയ്ഡ് ദ പോസ്റ്റ് എമൽസിഫയർ മെത്തേഡ്. അപ്പം ഈ എമൽസിഫിക്കേഷൻ മെത്തേഡിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പോസ്റ്റ് എമൽസിഫയബിൾ ലിപ്പോഫിലിക് മെത്തേഡ് ആൻഡ് പോസ്റ്റ് എമൽസിഫയബിൾ ഹൈഡ്രോഫിലിക് മെത്തേഡ്. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എമൽസിഫയർ എന്ന് പറയുന്നത് ലിപ്പോഫിലിക് ആകാം അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് ആകാം. ഇനി ലിപ്പോഫിലിക് ആണെങ്കിൽ ദ പെനട്രൻറ്റ് ഈസ് ഓയിൽ സോലിബിൾ ആൻഡ് ഇൻട്രാക്ട് വിത്ത് ദ ഓയിൽ ബേസ്ഡ് എമൽസിഫയർ. അപ്പം നമ്മൾ ലിപ്പോഫിലിക് എന്ന് പറഞ്ഞാൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എമൽസിഫയർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം പെനട്രൻറ്റ് എന്ന് പറയുന്നത് ഈസ് ഓയിൽ സോലിബിൾ ആയതുകൊണ്ടാണ്. ഇനി ഹൈഡ്രോഫിലിക് എന്ന് പറയുമ്പോൾ ഒരു വാട്ടർ സോലിബിൾ ഡിറ്റർജൻറ്റ് ബേസ്ഡ് എമൽസിഫയർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ട് ടൈപ്പ് ഓഫ് എമൽസിഫയർ. ഒന്ന് ലിപ്പോഫിലിക് എന്ന് പറയുമ്പോൾ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള എമൽസിഫയർ ആണ്. ഹൈഡ്രോഫിലിക് എന്ന് പറയുമ്പോൾ അത് വാട്ടർ സോലിബിൾ ഡിറ്റർജൻറ്റ് ബേസ്ഡ് എമൽസിഫയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് എമൽസിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യുന്നത്. രണ്ട് എമൽസിഫയറും യൂസ് ചെയ്യുന്നില്ല. ഏത് പെനട്രൻ്റ് ആണ് അതിനെ ബേസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ എമൽസിഫയർ യൂസ് ചെയ്തിട്ട് നമ്മൾ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നു. ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി വെൻ എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ടെസ്റ്റ് പാർട്സ് ആർ ടു ബി ഇൻസ്പെക്റ്റഡ് when discontinuities that are broad or shallow are anticipated for detection of small discontinuities and cracks. ഇപ്പോൾ നമ്മൾ എന്നാ പറയുന്നത്, നമ്മൾ കയ്യിലൊക്കെ എണ്ണ പറ്റിക്കഴിഞ്ഞാൽ എണ്ണ കഴുകി കളയാൻ വേണ്ടി നമ്മൾ ആദ്യം ഡയറക്റ്റ് വെള്ളം അപ്ലൈ ചെയ്താൽ പോകില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോപ്പ് ഉപയോഗിക്കും. സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എണ്ണമയം പോകും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ എമൽസിഫയർ. അപ്പോൾ എമൽസിഫയർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പെനട്രൻറ്റിനെ ദെൻ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാൻ പറ്റും. ഇനി നമുക്ക് സ്ട്രെങ്ത് ഓഫ് ഇൻഡിക്കേഷൻ. പെനട്രൻസ് ആർ ഓൾസോ ഫോർമുലേറ്റഡ് ടു പ്രൊഡ്യൂസ് എ വെറൈറ്റി ഓഫ് സെൻസിറ്റിവിറ്റി ലെവൽസ്. ഇനി സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ദ സ്മോളർ ദ ഡിഫക്റ്റ് ദാറ്റ് ക്യാൻ ബി പെനട്രൻറ്റ് സിസ്റ്റം ഈസ് കേപ്പബിൾ ഓഫ് ഡിറ്റക്റ്റിംഗ്. അതായത് എത്രത്തോളം ചെറുതായിട്ടുള്ള ഒരു ക്രാക്കിനെ വരെ ഡിറ്റക്റ്റ് ചെയ്യാൻ നമ്മുടെ LPIക്ക് സാധിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ സെൻസിറ്റിവിറ്റി ലെവൽ കൂടുന്നു. അതായത് വളരെ സെൻസിറ്റിവിറ്റി ലെവൽ കൂടിയിട്ടുള്ള പെനട്രൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്രാക്ക് പോലും അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുവെന്ന്. അപ്പോൾ സെൻസിറ്റിവിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി എബിലിറ്റി ഓഫ് പെനട്രൻറ്റ് ടു റിവീൽ എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഇൻ എ മെറ്റീരിയൽ. പർട്ടിക്കുലർ ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വളരെ സ്മോൾ എന്ന് പറയാം. എന്നുവെച്ചാൽ വളരെ സ്മോളായിട്ടുള്ള ഡിസ്കണ്ടിന്യൂറ്റി പോലും അല്ലെങ്കിൽ ഡിഫക്റ്റുകൾ പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ആ ഒരു പെനട്രൻറ്റ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെൻസിറ്റിവിറ്റി: എബിലിറ്റി ഓഫ് ദ പെനട്രൻറ്റ് ടു എൻ്റർ ദ ഡിസ്കണ്ടിന്യൂറ്റി, then removal of the penetrant from the surface of the component without its significant removal from the defect. അപ്പോൾ ഈ സെൻസിറ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് പെനട്രൻറ്റിന് ആ ക്രാക്കിനകത്തേക്ക് എൻട്രി ചെയ്യാൻ പറ്റണം. ഇനി എൻട്രി ചെയ്താൽ തന്നെയും അത് നമ്മൾ പെനട്രൻറ്റിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ക്രാക്കിനകത്തുള്ളത് പോകാനും പാടില്ല. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടൊരു ഇൻഡിക്കേഷൻ കിട്ടുകയുള്ളൂ.
നമുക്ക് ഈ സെൻസിറ്റിവിറ്റിയുടെ ബേസിൽ പെനട്രൻറ്റിനെ നമ്മൾ 5 ലെവലിലായിട്ട് തിരിക്കുന്നു. ഒന്ന് അൾട്രാ ലോ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്, അതിനെ നമ്മൾ ലെവൽ ഹാഫ് എന്ന് വിളിക്കുന്നു. ഇനി ലോ സെൻസിറ്റിവിറ്റി ഉണ്ട്, ലെവൽ 1, മീഡിയം സെൻസിറ്റിവിറ്റി ലെവൽ 2, ഹൈ സെൻസിറ്റിവിറ്റി ലെവൽ 3 ആൻഡ് അൾട്രാ ഹൈ സെൻസിറ്റിവിറ്റി ലെവൽ 4. As the sensitivity level increases, so does the number of non-relevant indications. അതായത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പെനട്രൻ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ സ്മോൾ ആയിട്ടുള്ള ക്രായ്ക്ക് പോലും കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് റെലവൻ്റ് അല്ലാത്ത ഇൻഡിക്കേഷൻസ് വരെയും അത് കാണിച്ചെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെനട്രൻറ്റ് needs to be selected that will find the defects of interest. അപ്പം നമുക്ക് ആവശ്യമുള്ള ഡിഫക്റ്റുകൾ, ഇപ്പം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സ്പെസിമെൻ ആണെങ്കിൽ ആ സ്പെസിമിനകത്ത് ചെറിയ കർവേച്ചറോ ചെറിയ ഷേപ്പിൽ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെയും ഈ പറയുന്ന പെനട്രൻ്റ് ഇറങ്ങിയിരുന്ന് നമുക്കവിടെ ഇൻഡിക്കേഷൻസ് കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ക്രായ്ക്കുകൾ, മേജറായിട്ടുള്ള ക്രായ്ക്കുകളാണ് നമുക്ക് വേണ്ടത് എങ്കിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള പെനട്രൻ്റ് യൂസ് ചെയ്താൽ അത് വളരെ സ്മോൾ ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് വരെ കാണിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ക്രായ്ക്കുകൾ, റിലവൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് മതി. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി ലെവലിലുള്ള പെനട്രൻ്റ് വേണം സെലക്ട് ചെയ്യാൻ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് റിക്വയർഡ് ഫോർ ഗുഡ് പെനട്രൻ്റ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.